ഹേയ്, അപ്പൊ ഇന്ന് നമ്മള് സൺഡേ ഈവനിങ് ആണ് കേട്ടോ. സൺഡേ ഈവനിങ് കഴിഞ്ഞ ശനിയാഴ്ച ഞായറാഴ്ച ഒന്നും എങ്ങും പോയില്ല. ശനിയാഴ്ച ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോയി ജസ്റ്റ് തിരിച്ചു വന്നു. നമ്മൾ ഈ വർക്ക് ഫ്രം ഹോം കൂടെ എസ്പെഷ്യലി ആകുമ്പം എവിടെയെങ്കിലും ഒന്ന് പോയില്ലെങ്കിൽ ആ ഫുൾ വീക്ക് ഫുള്ള് പോക്കാണ്. പിന്നെ അമ്മയും അച്ഛനും ഉണ്ട്, അവർ നാട്ടിൽ പുറത്തൊക്കെ പോവും, ആൾക്കാരെയൊക്കെ കണ്ടൊക്കെ ഇരിക്കുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് സൺഡേ ആയിട്ട് ഈവനിങ് ഒന്ന് പുറത്തോട്ട് പോവാന്ന് വിചാരിച്ചു. നമ്മൾ പോയിട്ട് കായലും കടലും എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാം റീൽ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരിക്കുക. സോ ഞാനിന്ന് വിബിയോട് പറഞ്ഞു ജസ്റ്റ് അവിടെ വരെ പോവാം, ഫുഡ് കഴിച്ച് നോക്കാമെന്ന്. അപ്പോൾ അറിയില്ല കൊള്ളാമോ ഇല്ലയോ എന്ന്. ഭയങ്കര എക്സ്പെക്റ്റേഷനിലോട്ട് പോയാൽ നല്ലതാവാൻ ചാൻസ് ഇല്ല. സോ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണിച്ചു തരാം. അപ്പം ഇന്നത്തെ എൻ്റെ ഒരു നൈറ്റാണ് നിങ്ങൾ കൂടെ. പണ്ട് ഭയങ്കര ടോട്ട് ബാഗ് ഒക്കെ യൂസ് ചെയ്തോണ്ടിരുന്ന ഞാനാണ്. ഇപ്പൊ ഈ ബാഗാണ് ശരണം. ഇതിനകത്ത് തന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പാമ്പേഴ്സും അവന് ഒരു ജോഡി ഡ്രസ്സും പാഡ് ഡ്രസ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി എവിടെയെങ്കിലും പോയാൽ ഫുഡ് താഴെ വീതോ അങ്ങനെയൊക്കെ. പിന്നെ ഒരു കുപ്പിയും അവന്റെ ബോട്ടിൽ വാട്ടറും. പിന്നെ അവൻ നമ്മളോട് ഫുഡ് കഴിക്കാൻ വന്നാലും പുറത്തുനിന്നൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഒരു ബനാന പുഴുങ്ങിയതും കൂടെ എടുത്തിട്ടുണ്ട് ഫോർ സേഫ്റ്റി. അപ്പൊ വാ പോവാം. പോവാട്ടോ. ഓൾറെഡി തനു ഇവിടെ നിൽക്കാൻ പറ്റാണ്ട് തനു പോയിട്ടുണ്ട്. തനുവിനെയും കൊണ്ട് അമ്മയും അച്ഛനും സഹിക്കാൻ വയ്യാണ്ട് കയറിപ്പോയിട്ടുണ്ട്, ഇറങ്ങി. സോ നമുക്ക് പോണം. ഓക്കെ, ആസ് യൂഷ്വൽ എപ്പോഴും ഡോറ് പൂട്ടി കഴിഞ്ഞ് രണ്ടാമതും കയറിപ്പോകുന്ന ലേ ഹസ്ബൻഡ്. ഓൾറെഡി വെളിയിൽ വന്നിട്ട് ഭയങ്കര റെസ്റ്റ്ലെസ് ആയിട്ട് ഈ കുട്ടി ഇരിക്കുക. ലാസ്റ്റ് ഇവനെ ഒരുക്കാവും. എന്താ അമ്മേ? ആ, ഫുള്ള് പ്രശ്നമാ. ഇവന് ഡ്രസ്സ് മാറിക്കഴിഞ്ഞാൽ വണ്ടിയിൽ പോണം. അപ്പൊ നമ്മളെല്ലാരും റെഡിയായി. അച്ഛൻ, അമ്മ, ഇനി വിപിനോടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോവാം. കായലും കടലും അവിടെ ഫൈനലി എത്തി. അപ്പൊ ഇതാണ് അത്. നമ്മളെ സ്ഥലത്തെത്തി. നമ്മളിവിടെ ഭയങ്കര സൗണ്ട്. അപ്പോൾ ഞാൻ ഫുഡ് വീഡിയോ ബാക്കി കാര്യങ്ങളൊക്കെ കാണിക്കാം. എവിടെ ചെന്നാലും തനുവിന് വേണ്ടി ഫുഡ് കൊണ്ടു ഒരു ബാക്കപ്പ്. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ഇടിയപ്പം പറഞ്ഞിട്ടുണ്ട്. സോ തനുവിന് വേണ്ടിയിട്ട് ഇടിയപ്പം. തനു 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 ഇടിയപ്പം വേണോ? ഇടിയപ്പം വേണോ അപ്പം വേണോ തനുവിന്? ഇപ്പം ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. ഇപ്പൊ ഈ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സംസാരമാണ്. ആ ലൈറ്റ് വേണോ തനുവിന്? എന്തുണ്ട്? എന്താ ഓർഡർ ചെയ്തേ? ഞാൻ ഇടിയപ്പം. അച്ഛൻ കേരള പൊറോട്ട. നമ്മൾ രണ്ടുപേരും ഓർഡർ ചെയ്തത് നമ്മൾ പറയാം. അപ്പൊ നമ്മള് ഫുഡെല്ലാം ഓർഡർ ചെയ്ത് ഉറപ്പ് സംസാരിക്കാൻ മൈക്കില്ല. നല്ല സപ്പോർട്ടൊക്കെ കിട്ടി വീഡിയോയ്ക്ക് ആപ്പിന് ഒരു മൈക്കൊക്കെ വാങ്ങിക്കും. ഇപ്പം നമ്മൾ മൈക്കൊന്നും ഇല്ലാണ്ടാണ്. അപ്പം സൗണ്ടൊക്കെ കുറവായിരിക്കും. ഇതാണ് എൻ്റെ മകൻ തനു. ഹായ് തന, ഞാൻ തനയാണ്, പാപ്പം കഴിക്കാൻ വന്നതാണ് എന്ന് പറയും. സോ നോട്ടി. ഇപ്പം പഴയ പോലല്ല, ഉറങ്ങത്തുമില്ല. എല്ലാവരെയും കണ്ടില്ലാതെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിപ്പിക്കുന്ന തനു. ചിയേഴ്സ്. അങ്ങനെ കുറേ വെയിറ്റിന് ശേഷം നമ്മുടെ ഫുഡൊക്കെ എത്തി. ഫസ്റ്റ് ഇടിയപ്പം എത്തി, നല്ലതായിരുന്നു. തനുവും കഴിച്ചു. പിന്നെ പൊറോട്ട, പിന്നെ ബീഫിൻ്റെ അടിപൊളി ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു കുറേ നാൾക്ക് ശേഷം. പിന്നെ നമ്മൾ ഈ ചിക്കൻ്റെ പ്ലേറ്ററാണ് വാങ്ങിച്ചത്. ഇത് അടിപൊളിയായിരുന്നു കേട്ടോ. അവർ നമുക്ക് മറ്റേ ഫയറൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഷോയൊക്കെ കാണിച്ചിട്ട് അടിപൊളിയായിരുന്നു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. ഇങ്ങനത്തെ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു, ആദ്യമായിട്ടാണ് കാണുന്നതും. അപ്പോൾ അപ്പുറവും ഇപ്പുറവും ഇരിക്കുന്നവർക്കൊക്കെ ഭയങ്കര എന്താ പറയുക എക്സൈറ്റ്മെൻറ്റോടെ നോക്കുന്നുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ തനു നന്നായിട്ട് എൻജോയ് ചെയ്തു. കുഞ്ഞിങ്ങനെ നോക്കുകയാണ് എന്താണ് ഇവർ കാണിക്കുന്നതെന്ന്. അതേപോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. നമ്മൾ കുറേ എൻജോയ് ചെയ്തു. ആ ഒരു ഫയറിനേക്കാളും അവൻ്റെ ഹാപ്പിനെസ് കണ്ടപ്പോഴാണ് ശരിക്കും എൻജോയ് ചെയ്തത്. അച്ഛനിങ്ങനെ പേടിച്ചിരിക്കുകയെന്ന് തോന്നുന്നു, ഈ തീ ഇപ്പം എൻ്റെ മുഖത്തേക്ക് വീഴും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, ഭയങ്കര രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു കടയായിരുന്നു കേട്ടോ. നല്ലൊരു എക്സൈറ്റ്മെൻറ്റും നല്ലൊരു എന്താ പറയുക ടേസ്റ്റി ഫുഡും ഒക്കെ ഉള്ളൊരു സ്ഥലം. പിന്നെ നമ്മൾ അവിടെ താഴെ വന്നിട്ട് ചായ കുടിച്ചു. ഓൾറെഡി ടോട്ടൽ ബില്ലാണ് അടിച്ചത്. പക്ഷെ നമ്മൾ പറഞ്ഞു ചായ
പോയിന്റിൽ വന്നിട്ട് ചായ കുടിക്കാമെന്ന്. സ്നാക്സ് ഒന്നും കഴിച്ചില്ല, നല്ലൊരു ബ്ലാക്ക് ടീ ഒക്കെ കഴിച്ചു. പിന്നെ ലാസ്റ്റ് ബില്ലിംഗ് പാർട്ടാണ്, അപ്പോൾ അത് കഴിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അമ്മ? ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. നമ്മൾ ചായ കുടിക്കാൻ വെളിയിലേക്ക് വന്നു. ഈ കാറ്റത്ത് ഇവിടെ ചായ പോയിന്റ് ഉണ്ട്, അപ്പോൾ അവിടത്തേക്കിന് വന്നു. ആ പ്ലേറ്ററിനാണ് 1000 rupees 999. അത് കുറച്ച് എന്താ പറയുക, ഓവർ ഹൈ പ്രൈസ് ആയോ എന്നെനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ടേസ്റ്റ് വൈസ് വർത്തിട്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാം ഓവറോൾ അടിപൊളി ഫുഡായിരുന്നു. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡാണ്. ഇഷ്ടപ്പെട്ടോ? അമ്മുവിന് ഇഷ്ടപ്പെട്ടോ? അമ്മു ഇടിയപ്പം കഴിച്ചു. അപ്പോൾ ബൈ. പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി വണ്ടി പാർക്ക് ചെയ്തെടുത്തേക്ക് നടന്നു. അപ്പം നടന്ന സമയത്ത് കുറേ കാഴ്ചകൾ കണ്ടു കേട്ടോ. ഇങ്ങനെ ഫ്രിഡ്ജ് മാഗ്നറ്റ്, പിന്നെ കുറേ കുപ്പിവളകൾ, ഒരുപാട് സാധനങ്ങൾ. നമുക്ക് കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ നല്ല വെട്ടമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി പർച്ചേസ് ചെയ്യായിരുന്നു. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വിപിൻ്റെ ഓഫീസ്. സോ വിപിൻ പറയുന്നുണ്ടായിരുന്നു ഇത് സാറ്റർഡേ സൺഡേസിൽ മാത്രമുള്ളൊരു മാർക്കറ്റാണ്, അടിപൊളി രസമാണ്, ഫുട്പാത്തിൽ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഷോപ്പ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഷോപ്പിങ്ങും ഫുഡടിയും എല്ലാം കഴിഞ്ഞു. അങ്ങനെ നമ്മളിവിടെ ടയേർഡായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ബൈ.